CPIMന്റെ രാജ്യസഭ MP ആയിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ രാജ്യസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ഡിസംബർ 20-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ മറുപടി നൽകിയത്. വളരെ സുപ്രധാനമായ ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചിങ്ങനെയാണ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ എത്ര സാറ്റലൈറ്റ് ചാനലുകൾക്കാണ് ലൈസൻസ് നൽകിയത്, എത്ര ചാനലുകൾക്കാണ് ലൈസൻസ് റിന്യൂ ചെയ്ത് നൽകിയത്, മാത്രമല്ല എത്ര ചാനലുകളുടെ ലൈസൻസാണ് റദ്ദാക്കിയത് എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ ഡിസംബർ 20-ാം തീയതി നൽകി. അത് നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ അത് പേപ്പർ ടേബിളിൽ വെക്കുകയായിരുന്നു. അത് വ്യക്തമായിട്ട് ഡേറ്റ ഇപ്പോൾ ലഭ്യമായിട്ടുമുണ്ട്. അതിനുള്ള മറുപടി ശ്രദ്ധിക്കേണ്ട മറുപടിയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷത്തിനിടെ, അത് 2020, 2021, 22, 23, 24 എന്നീ 5 വർഷത്തിനിടെ ഏകദേശം 47ഓളം ചാനലുകളുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ ആ 38 ചാനലുകളിലെ ലൈസൻസ് റദ്ദാക്കിയത് 2020-ലും 2021-ലുമാണ്. 2020-ലെ കണക്ക് പ്രകാരം 14 ചാനലുകൾ ലൈസൻസാണ് റദ്ദാക്കിയിട്ടുള്ളത്. 2021-ൽ 24-ഉം 22-ൽ 5-ഉം 23-ൽ 3-ഉം 2024 ഈ ഡേറ്റ് വരെ ഡിസംബർ 20 വരെ ഒരു ചാനലിൻ്റെ ലൈസൻസാണ് റദ്ദാക്കിയിട്ടുള്ളത്. ആ 2 വർഷം 2020-ലും 2021-ലുമാണ് ഏറ്റവും കൂടുതൽ ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കിയത്. ആ 2 വർഷം പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്, ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ 2 വർഷമായിരുന്നു 2020-ഉം 2021-ഉം. 2020 വർഷം ആരംഭിക്കുന്നത് തന്നെ ഡൽഹിയിൽ ശക്തമായ സമരങ്ങൾ കണ്ടുകൊണ്ടാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ശക്തമായ സമരമായിരുന്നു ഡൽഹിയിൽ അരങ്ങേറിയത്. അതിൻ്റെ രൂക്ഷമായ സമരമായിരുന്നു. 2020 മാർച്ചോടെ കൊറോണ പൊട്ടിപ്പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. കൊറോണ വന്നതുകൊണ്ട് മാത്രമാണ് ആ സമരം പുറമോട്ട് പോയത്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ വർഷമായിരുന്നു 2020. മാത്രമല്ല 2020 അവസാനത്തോടെ കേന്ദ്ര സർക്കാരിനെതിരെ കർഷകരും സമരം ആരംഭിച്ചിരുന്നു. കർഷക ബില്ലിനെതിരായിട്ട്, വിവാദമായ കർഷക ബില്ലിനെതിരായിട്ടുള്ള രൂക്ഷമായ സമരമായിരുന്നു കർഷകർ നടത്തിയത്. ഡൽഹി വളഞ്ഞായിരുന്നു കർഷകർ തുടർച്ചയായിട്ട് മാസങ്ങളോളം സമരം നടത്തിയത്. ആ സമരത്തിന് ഒടുവിൽ അവസാനം കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നു, ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു. അത്ര സുപ്രധാനമായിരുന്നു ആ സമരം. ഈ 2 സമരങ്ങൾ, പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടും കർഷക ബില്ലിനെതിരായിട്ടുള്ള സമരം നടക്കുന്ന സമയത്താണ് ഏകദേശം 38ഓളം ചാനലുകളുടെ ലൈസൻസ് കേന്ദ്രം റദ്ദാക്കിയത്. ആ 2 കാര്യങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനാധിപത്യമായ ഡെമോക്രാറ്റിക് റിഫോംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഒരു ഭീഷണിപ്പെടുത്തൽ പോലെ ആയിരുന്നു പറഞ്ഞ ഒരുപാട് പേർ കൂടിയുണ്ട്. വാർത്താ വിതരണത്തിൽ അല്ലെങ്കിൽ മറ്റ് സാറ്റലൈറ്റ് ചാനൽ കാര്യത്തിൽ സർക്കാർ അനധികൃതമായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു ഉദാഹരണമായിട്ടും ഈ സംഭവത്തെ ചൂണ്ടിക്കാണിക്കാമെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ബോഡി ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണം എന്ന് പറയുന്ന ഒരുപാട് പേർ കൂടിയുണ്ട്. അത്ര സുപ്രധാനമായ ഒരു രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, എത്ര ചാനലുകൾക്ക് കഴിഞ്ഞ 5 വർഷത്തിന് അപ്രൂവൽ നൽകി, എത്ര ചാനലുകളുടെ പുതിയതായിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു, എത്ര ചാനലുകൾക്ക് പുതിയതായിട്ട് റിന്യൂ ചെയ്ത് നൽകി എന്നുള്ള കണക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. 2020-ൽ 23 പുതിയ ചാനലുകൾക്കാണ് അപ്രൂവൽ നൽകിയത്. മാത്രമല്ല 47ഓളം ചാനലുകൾക്ക് റിന്യൂവൽ നൽകി. 7 ചാനലുകൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. 21-ൽ 30-ഉം 97-ഉം 7-ഉമാണ്. 2022-ൽ 24-ഉം 60-ഉം 6-ഉമാണ്. 23-ൽ 11-ഉം 31-ഉം 1-ഉമാണ്. 2024 ഇതുവരെ 22 ചാനലുകൾക്കാണ് അപ്രൂവൽ നൽകിയിട്ടുള്ളത്. പുതിയ ചാനലുകൾക്കാണ് അപ്രൂവൽ നൽകിയിട്ടുള്ളത്. 34ഓളം പഴയ ചാനലുകൾക്ക് റിന്യൂ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 13ഓളം പുതിയ ചാനലുകൾ ആപ്ലിക്കേഷൻ റിജക്റ്റും ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പുറത്തുനിന്ന് രേഖ വ്യക്തമാക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ 47ഓളം ചാനലുകളുടെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ 47ഓളം ചാനലുകളുടെ അപ്രൂവലാണ്, ലൈസൻസാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 47-ൽ 38-ഉം 2020-ലും 2021 വർഷങ്ങളാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.